ഹലോ ഫ്രണ്ട്സ്, ബിഗ് ബോസ് അടിപൊളിയായിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനിടയിൽ കഴിഞ്ഞ ദിവസം നമ്മുടെ രേണുസുധീൻ്റെ തലയിൽ പേനുണ്ട്, കുളിക്കില്ല, അങ്ങനെ ചില ആരോപണങ്ങൾ അനു ഉന്നയിച്ചിരുന്നല്ലോ. അതുമായി ബന്ധപ്പെട്ട് ഒരു സപ്പോർട്ടർ പറഞ്ഞ ഒരു കമൻ്റാണ് കേട്ടോ ഇത്. അനുവിന് പേഴ്സണലായിട്ട് പറയാമായിരുന്നു, കൂടെ വർക്ക് ചെയ്തിരുന്ന ആളുടെ ഭാര്യയല്ലേ, ഒന്നുമില്ലേലും അവിടെ ഒരു ഗെയിം കളിക്കേണ്ട ആവശ്യമില്ല, ഒരുപാട് വേദനിച്ചതല്ലേ. ഇതിൽ അനു എങ്ങനെയാണ് പേഴ്സണലായിട്ട് ചെന്ന് പറയുന്നത്? അവിടെ ഒന്നാമത്തെ മൊത്തം ക്യാമറയാണല്ലോ. ഈ ക്യാമറയുടെ ഇടയ്ക്ക് നിന്ന് പേഴ്സണലായിട്ട് ഒരാളെ ഇത് എങ്ങനെ അറിയിക്കും? മേക്കും ഉണ്ട്, എല്ലാം ഉണ്ട്. ഇത് ഗെയിമാണല്ലോ. അല്ലാതെ ഇത് മറ്റുള്ളവരുടെ കുറ്റങ്ങളൊക്കെ കണ്ടുപിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞ് ഫൈറ്റ് ചെയ്ത് ആണ് ഇതിൻ്റെ ലാസ്റ്റ് വിന്നറിനെ അവർ സെലക്ട് ചെയ്യുന്നത്, നന്നായിട്ട് ഗെയിം കളിക്കുന്നവരുടെ. അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നമ്മൾ പേഴ്സണലായിട്ട് പറയുകയാണെങ്കിൽ വീട്ടിൽ തന്നെ ഇരുന്നാൽ മതിയല്ലോ. അതൊരു ഗെയിം ആകുമ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മറ്റുള്ളവരത് കുത്തിപ്പൊക്കിക്കൊണ്ട് വരികയും ചെയ്യും, അത് പറയുകയും ചെയ്യും കേട്ടോ വിളിച്ച്. ഈ കമൻറ്റിന് പറ്റിയ ഒരു ആൻസർ അടുത്ത ഒരു കമൻ്റായിട്ട് തന്നെ അതിൻ്റെ അകത്തുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഇതാണ് ഈ കമൻറ്റ്. ഇതെല്ലാവർക്കും ആകാം, ഒരിക്കൽ ദാനമായി തന്നത് എന്ന് തന്നെ പറയട്ടെ. ഒരു നല്ല മനുഷ്യൻ വീട് നൽകിയിരുന്നു, പല പോരായ്മകളും ഉണ്ടാകാം, എന്നിട്ട് അതിൽ താമസിച്ച് നിന്നുകൊണ്ട് തന്നെ കുറ്റം പറച്ചിൽ ഉണ്ടായിരുന്നു. ആ കുറ്റം പറച്ചിലും ഇതുപോലെ പേഴ്സണൽ ആകാമായിരുന്നു. അതൊരു നല്ല ഒരു പോയിൻ്റാണ്. ഈ സപ്പോർട്ട് പിടിച്ചവർക്കുള്ള നല്ലൊരു പോയിൻ്റാണ്. എല്ലാവർക്കും ഇതാവാം കേട്ടോ. അവരവരുടെ മനസ്സ് വിഷമിക്കുമ്പോൾ അതിൻ്റേതായ ഒരു വിഷമമുണ്ട്. എല്ലാവർക്കും അതേ ഫീലിങ്സ് ഉണ്ട്. അവർ പറഞ്ഞത് കറക്റ്റാണ് കേട്ടോ. ഇത് ഞാനത് വീഡിയോ ആക്കിയത് അതുകൊണ്ട് തന്നെയാണ്. ഇവർ പറഞ്ഞ ഈ സെയിം അഭിപ്രായം എനിക്കിവിടെ ഉള്ളത് കൊണ്ട് തന്നെയാണ് ഞാനത് വീഡിയോ ആക്കിയത് കേട്ടോ. അവർ ഇതുപോലെ വിഷമിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു എന്ന് അത് മനസ്സിലാക്കണം. മറ്റുള്ളവരെ ബുദ്ധിമുട്ടിപ്പിക്കുമ്പോഴും അത് മനസ്സിലാക്കേണ്ടതാണ്. അവരവർക്ക് വന്നപ്പോൾ അത് ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നിക്കാണുമല്ലോ. സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും എല്ലാവർക്കും അഭിമാനവും അന്തസ്സും എല്ലാം ഉണ്ട്. അതിപ്പോൾ ആരാണെങ്കിലും മനുഷ്യനായി ജനിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഒരേ ഫീലിങ്സാണുള്ളത്. മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നു എന്ന് തോന്നുന്ന കാര്യങ്ങൾ പേഴ്സണലായിട്ട് എന്തുകൊണ്ട് എല്ലാവർക്കും പറഞ്ഞുകൂടാ? അപ്പോൾ ഒരാളുടെ കാര്യം വന്നപ്പോഴത്തേക്ക് അത് കൊണ്ടല്ലോ, ആരാധകർക്ക് അങ്ങ് കൊണ്ടു. അതാണ് പറയുന്നത്. വേർതിരിവ് കാണാതെ എല്ലാവരും ഒരേ രീതിയിൽ കാണുക, അപ്പോഴത്തേക്കും തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. എല്ലാവർക്കും ജീവിക്കാനായിട്ട് പണം ആവശ്യമാണ്. അതുകൊണ്ട് എല്ലാവർക്കും അഭിമാനമുണ്ട്, എല്ലാവർക്കും സെയിം വികാരങ്ങളാണുള്ളത്. അത് മനസ്സിലാക്കി പ്രവർത്തിക്കണം. അല്ലെങ്കിൽ തിരിച്ചടികൾ ഏതെങ്കിലും ഒരു സൈഡിൽ നിന്ന് തിരിച്ചടികൾ കിട്ടിക്കൊണ്ടിരിക്കും. പ്രത്യേകിച്ച് സഹായിക്കുന്നവരോട് കാണിക്കുന്ന നന്ദികേടുണ്ടല്ലോ, എപ്പോഴാണെങ്കിലും ഒരു തിരിച്ചടി അതിന് 100% ഉറപ്പാണ്, തിരിച്ചടി കിട്ടിയിരിക്കും. പിന്നെ കുളിക്കുന്നതും നനയ്ക്കുന്നതും കാര്യമൊക്കെ പേഴ്സണലായിട്ട് പറഞ്ഞു കൊടുക്കാമെന്ന് പറഞ്ഞവരോടൊരു കാര്യം കൂടി പറയാം. കുഞ്ഞു വാവയൊന്നും അല്ലല്ലോ ഇതൊക്കെ പറഞ്ഞു കൊടുത്ത് ചെയ്യിക്കാൻ. അതൊക്കെ സ്വയം ചിന്തിക്കേണ്ട കാര്യമല്ലേ. അവനവൻ്റെ ശരീരം വൃത്തിയായി സൂക്ഷിക്കുക എന്നുള്ളത് അവരവരുടെ ഉത്തരവാദിത്തമാണല്ലോ. അത് ഏതാരും പറഞ്ഞു കൊടുത്തിട്ട് ചെയ്യേണ്ട കാര്യമല്ല. പറഞ്ഞു കൊടുത്ത് ചെയ്യിക്കാൻ കുഞ്ഞു വാവകളും ആരുമല്ല. ഇതൊരു ഗെയിമാണെന്നറിയാമല്ലോ, മറ്റുള്ളവർ തെറ്റ് കണ്ടുപിടിക്കുമെന്നും അറിയാമല്ലോ. എന്നിട്ടും ഇത് ചെയ്തതുകൊണ്ട് അവർ തെറ്റ് വിളിച്ച് പറഞ്ഞു, അത്രയേ ഉള്ളൂ. ഗെയിം ആവുമ്പോൾ ഇതൊക്കെ ഉണ്ടാവും. താങ്ക് യു ഫോർ വാച്ചിങ്.